ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് റൈസ് ബാത്ത് തയ്യാറാക്കാം. സാധാരണ കർണാടകത്തിലെ എല്ലാ വീടുകളിലും തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്, നല്ല ഹെൽത്തിയാണ്. സാധാരണ കർണാടകത്തിലൊക്കെ എല്ലാ വീടുകളിലും രാവിലെയൊക്കെ റൈസ് വെച്ചിട്ടുള്ള ഡിഷുകളാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള റൈസിൻ്റെ റെസിപ്പികളുണ്ട്. ചിത്രാണ, പുളിയോഗ്ര, ബിസിബെളെ ബാത്ത്, അങ്ങനെ പല പേരുകളിലാണ് റൈസിൻ്റെ ഡിഷുകളൊക്കെ അറിയപ്പെടുന്നത്. എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായ റെസിപ്പികളാണ്. അപ്പോൾ ഞാനിത് ബുള്ളറ്റ് റൈസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമുക്ക് ബസ്മതി റൈസും പിന്നെ സോന മസൂരി റൈസും ഒക്കെ വെച്ചിട്ട് ചെയ്യാം. ഇതുപോലത്തെ ചെറിയ അരി വെച്ചിട്ട് നമുക്ക് ഈ റൈസ് ബാത്ത് തയ്യാറാക്കാം. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്തിടണം. നമ്മൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുക്കുന്ന ആ ഒരു സമയം, അത്രയും ഒരു സമയത്തേക്ക് നമ്മളിതൊന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തിടണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന അളവ്, ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് അരി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പച്ചക്കറികളാണ്. പച്ചക്കറി ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് ബീൻസ്, ക്യാരറ്റ്, പൊട്ടറ്റോ. ഉടഞ്ഞു പോകാത്ത പച്ചക്കറികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില വേണം. പിന്നെ ഞാനിവിടെ ഒരു 3 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റും മണവും തരും നമ്മൾ റൈസ് ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവോള ഇതുപോലെ അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളിയും കൂടെ വേണം. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ വേണം. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് തക്കാളി വേണം. ഒരു ചെറിയ സവോള ഞാനിത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇത്രയും വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ചുമന്ന മുളകാണ്, എരിവുള്ള ചുമന്ന മുളകാണ്. പിന്നെ ഞാനിതിലേക്ക് ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവുള്ളൂ. നമ്മൾ എടുക്കുന്ന ചോറിന് കണക്കാക്കിയിട്ടുള്ള എരിവിടുക. അപ്പോൾ ഇത് ഗരം മസാല, നമ്മൾ ഏലക്ക, ജാതിപത്രി, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ 2 ഗ്രാമ്പു. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയാണ്. ഇത് ഇത്രയും മല്ലിയില, പിന്നെ ഇത് ഇത്രയും പുതിനയില. ഇത്രയും വേണം നമുക്ക്. പുതിനയിലയും മല്ലിയിലയും ചോറിന് നല്ല ടേസ്റ്റ് തരും. അപ്പോൾ ഇത് ഞാൻ അരി കഴുകിയിട്ട് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പച്ചക്കറി അരിയുന്ന സമയം അത്രയും നമ്മൾ അരി ഒന്ന് ആദ്യം കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കുക. ഇനി നമുക്ക് റൈസ് ബാത്തിന് വേണ്ട മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇത് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചുമന്ന മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമുക്കിത് സവോള ഇത്രയും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതൊന്ന് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ തക്കാളി ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അതും കൂടെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കേണ്ടത്. തേങ്ങാക്കൊത്ത് നമ്മൾ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് സ്റ്റൗ ഓഫ് ചെയ്ത് അപ്പോൾ തന്നെ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. വഴറ്റിയെടുത്ത മസാലയെല്ലാം ഒന്ന് തണുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കുക്കറിലാണ് റൈസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. നമ്മളൊരു സവോള അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് 1 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളിതാ നേരത്തെ മിക്സിയുടെ ജാറിൽ മസാലയൊക്കെ ഒന്ന് അരയ്ക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാനിതാ അരച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഒരുപാട് ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട. അപ്പോൾ ഈ ഒരു പാകത്തിന് അങ്ങ് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ പച്ചക്കറി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മസാല ഇട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് അരിയുടെ അളവിന് കണക്കാക്കിയിട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസോളം വെള്ളം വേണം. അപ്പോൾ ഇപ്പം ഞാൻ 1/2 ഗ്ലാസോളം വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്നര ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ് കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി വെച്ചേക്കുന്ന ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ മൊത്തം 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, ആ അരി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചേക്കുമല്ലേ അരി, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അത് ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1 ഗ്ലാസ് ഓൾറെഡി ഒഴിച്ചു, വീണ്ടും 1 ഗ്ലാസ് കൂടെ ഒഴിച്ചു, പിന്നെ 1 ഗ്ലാസ് കൂടെ ഒഴിച്ചു. ഇപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രം കുക്കർ അടച്ചു വയ്ക്കാവുള്ളൂ. ഇപ്പോൾ ഇത് തിളച്ച് അരിയൊക്കെ മേലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് വേവുന്ന അരി ആയതുകൊണ്ട് ഞാൻ ഒറ്റ വിസിലേ വെക്കുന്നുള്ളൂ. ഞാനിപ്പോൾ 1 വിസിൽ വെച്ചിട്ടാണ് എടുത്തത്. അത് മൊത്തം ആവി പോയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ റൈസ് ബാത്ത് ഇതാ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് പാകത്തിന് കറക്റ്റ് വെള്ളവും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ റൈസ് ബാത്ത് ഇതാ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ഒരു മല്ലിയില ഇട്ട് കൊടുത്തു. നമ്മളിതാ ഇതുപോലെ എടുത്തിട്ട് ഇപ്പോൾ ഇത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വില്ലേജ് ഫുഡാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. ലഞ്ചായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ മസാല നമ്മൾ അതേപോലെ ഒന്ന് അരച്ചെടുക്കുക. മസാലയിലാണ് ഈ റൈസിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.